എ ഷോ ഫോർ കില്ലേഴ്സ് സീസൺ 2 ഫൈനൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 8 തുടക്കത്തിൽ ജിൻ മാൻ ബാബിലോണിന്റെ രഹസ്യ മെഡിക്കൽ ലാബിൽ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. കുസനാഗി വിജയഗർവത്തോടെ എത്തി ജിൻ മാൻ എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് പരിഹസിക്കുന്നു. തുടർന്ന് അവനെ ക്രൂരമായി പീഡിപ്പിച്ച് അതിന്റെ വീഡിയോ ജിയാന് അയച്ചു കൊടുക്കാൻ അവൾ ഉത്തരവിടുന്നു. വീഡിയോ കണ്ട ജിയാൻ തകർന്നു പോവുകയാണ്. അതേസമയം ബാബിലോണിലെ ഹാക്കർമാർ ജിൻമാന്റെ കണ്ണിന്റെ സ്കാൻ ഉപയോഗിച്ച് മുർത്തെ ഹെൽപ്പിലുള്ള എല്ലാ കോഡ് ബ്രെഡുകളുടെ വിവരങ്ങളും കണ്ടെത്തുന്നു. ബാബിലോണിലെ ചാരനായ ഒരാൾ തന്റെ കയ്യിലെ ട്രാക്കർ മുറിച്ചുമാറ്റി ടോയ്ലറ്റിൽ കളയുന്നത് കാണാം. കെ കുസനാഗിയോട് മുർത്തെ ഹെൽപ്പ് ലോകമെമ്പാടുമുള്ള ക്ലയന്റുകളുള്ള വലിയൊരു രഹസ്യ ശൃംഖലയാണെന്ന് വ്യക്തമാക്കുന്നു. കുസനാഗി ആൻ സിയോങ് ബോമിനോട് വിശ്വസ്തരായ കോഡ് റെഡ് അംഗങ്ങളെ ഇല്ലാതാക്കാനും ജയ് വോണിനെ കൊല്ലാനും ഉത്തരവിടുന്നു. ജയ് വോൺ ആക്രമണത്തിനിരയാകുമ്പോൾ സിയോങ് ബോമിന്റെ വിശ്വസ്തരെയും ബാബിലോൺ കൊലപ്പെടുത്തുന്നു. ഭൂഗർഭ ഒളിത്താവളത്തിൽ ചിയോൾസും ജിയാനോട് ബാബിലോണിന് ഇനി അവരുടെ എല്ലാ വിവരങ്ങളും ലഭിച്ചതായും 29 ചിപ്പുകൾ പ്രവർത്തനരഹിതമായതായും പറയുന്നു. അപ്പോഴാണ് പരിക്കേറ്റിരുന്ന മിൻഹെ സുഖം പ്രാപിച്ചെത്തുന്നത്. ഇരുവരും ഒരു മലമുകളിൽ പോയി മരിച്ച സുഹൃത്തുക്കളെ ഓർത്ത് ദുഃഖിക്കുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മിൻഹെ ജിയാനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ കുസ്നാഗി ചില കോഡ് റെഡ് അംഗങ്ങളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി എല്ലാവരുടെയും ഫോണിൽ ഒരു ഓഡിയോ ക്ലിപ്പ് എത്തുകയാണ്. അതിൽ ബസ് സ്ഫോടനം ബെയിൽ ജെയെ കൊന്ന സംഭവം മറയ്ക്കാനായിരുന്നുവെന്ന് കുസ്നാഗി തന്നെ സമ്മതിക്കുന്ന സംഭാഷണമാണ്. തുടർന്ന് ജിയാൻ കുസ്നാഗിയെ വിളിച്ച് ജിൻമാനെ വിട്ടയക്കാത്ത പക്ഷം ബാബിലോണിന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. കോൾ അവസാനിച്ചതോടെ മറ്റൊരു അറിയിപ്പ് എല്ലാവർക്കും ലഭിക്കുന്നു. കുസ്നാഗിയുടെ തലയ്ക്ക് $5 മില്യൺ ബൗണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതോടെ രാജ്യത്തുടനീളമുള്ള നിരവധി കോഡ് റെഡ് അംഗങ്ങൾ അവളെ വേട്ടയാടാൻ തയ്യാറാകുകയാണ്. എല്ലാ ട്രാക്കറുകളും ഒരേ സ്ഥലത്ത് കാണിച്ചപ്പോൾ കുസനാഗി ജപ്പാനിൽ നിന്ന് ഒരു ഡ്രോൺ ആക്രമണം നടത്തുന്നു. എന്നാൽ ലക്ഷ്യം തെറ്റിപ്പോകുന്നു. സിയോങ് ബോം അത് വെറും തുടക്കമാണെന്നും ഇനി ആളുകളെ അയക്കേണ്ടി വരുമെന്നും പറയുന്നു. കുസനാഗി ക്യൂയെ വലിയൊരു ബാബിലോൺ സംഘത്തോടൊപ്പം ഭൂഗർഭ താവളത്തിലേക്ക് അയക്കുന്നു. അവർ അവിടെ കയറിയപ്പോൾ മനുഷ്യരെ പോലെ തോന്നുന്ന ചൂട് സിഗ്നൽ മാത്രമാണ് കണ്ടെത്തുന്നത്. യഥാർത്ഥത്തിൽ അത് ഫോയിലിൽ പൊതിഞ്ഞ മാനിക്വിനുകളും ഹീറ്റ് ലാബുകളും ചെറിയ ടോയ് കാറുകളുമായിരുന്നു. ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് എല്ലാം വെളിപ്പെടുത്തുന്നു. ക്യൂവും ജിൻമാനും തമ്മിലുള്ള പോരാട്ടത്തിനിടെ ജിൻമാൻ ജെ യഥാർത്ഥത്തിൽ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന വീഡിയോ ക്യൂവിന് കാണിച്ചിരുന്നു. ബസ് സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളും കുസനാഗിയുടെ രഹസ്യ സംഭാഷണവും കണ്ടപ്പോൾ ക്യൂക്ക് സത്യം മനസ്സിലാകുന്നു. മറ്റൊരു ഫ്ലാഷ് ബാക്കിൽ ജിൻമാൻ ജിയാനെ ക്യൂവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സമ്മതിപ്പിക്കുന്നതും കാണിക്കുന്നു. കുസനാഗിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പദ്ധതി അപ്പോഴാണ് രൂപം കൊള്ളുന്നത്. ജിൻമാൻ മനഃപൂർവ്വം പിടിയിലാകുകയും ബാബിലോണിന് എല്ലാ ട്രാക്കറുകളുടെയും സ്ഥാനം ലഭിക്കുമെന്ന് അറിയുകയും ചെയ്തു. എന്നാൽ കോഡ് റെഡ് അംഗങ്ങൾ അവരുടെ ട്രാക്കറുകൾ ടോയ് കാറുകളിൽ വെച്ച് മറ്റൊരിടത്തേക്ക് മാറിയിരുന്നു. അതിനാൽ കുസനാഗിയുടെ മുഴുവൻ ആക്രമണവും വെറുതെയായി. തുടർന്ന് ഒരു സ്ഫോടനത്തിൽ ബാബിലോണിന്റെ സംഘങ്ങൾ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങുന്നു. മറ്റൊരു ഫ്ലാഷ് ബാക്കിൽ ക്യൂ ജിൻമാനെ ജയിലിൽ സന്ദർശിക്കുന്നു. ജിയാനും തനിക്കുമുള്ള ഒരേ ദൃഢനിശ്ചയമാണ് അവളുടെ കണ്ണുകളിൽ കാണുന്നതെന്ന് അവൾ പറയുന്നു. ജിൻമാൻ ജിയാൻ തന്റെ ജീവിതം സ്വയം തീരുമാനിക്കുമെന്നാണ് മറുപടി നൽകുന്നത്. പോകുന്നതിനു മുൻപ് ക്യൂ തന്റെ യഥാർത്ഥ പേര് ഇച്ചിക എന്നാണെന്ന് വെളിപ്പെടുത്തുകയും ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ചെറിയ ഉപകരണം ജിൻമാനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം ക്യൂ, മാർക്കോ, എം എന്നിവർ സുരക്ഷിതമായി രക്ഷപ്പെടുന്നു. മറുവശത്ത് ബാബിലോണിലെ അഭിഭാഷകനായ അറ്റോർണി ജാങ് കുസനാഗിയുടെ വഞ്ചനയുടെ തെളിവുകൾ കണ്ട ശേഷം മറ്റു ജീവനക്കാരെയും സത്യം അറിയിക്കുന്നു. ജിൻമാൻ തനിക്ക് ലഭിച്ച ഉപകരണം ഉപയോഗിച്ച് തന്റെ സെല്ലിൽ നിന്നും രക്ഷപ്പെടുന്നു. അറ്റോർണി ജാങ് അവനെ സഹായിക്കുകയും കുസനാഗിയെ മുകളിലുള്ള അധികാരികളുടെ ഫോൺ കോൾ എന്ന പേരിൽ ഓഫീസിലേക്ക് അയക്കുകയും ചെയ്യുന്നു. അതേസമയം കെയ്ക്കും ജപ്പാനിലെ ബാബിലോൺ ഡയറക്ടറിൽ നിന്ന് ഉടൻ മടങ്ങിവരാൻ ഉത്തരവ് ലഭിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കുസനാഗിയെ ഒറ്റയ്ക്കാക്കി സ്ഥലം വിടുന്നു. തിരികെ വന്ന കുസനാഗി തന്റെ മകിന്റെ അടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ബഗ് കണ്ടെത്തുന്നു. അതുവഴിയാണ് അവളുടെ രഹസ്യ സംഭാഷണം റെക്കോർഡ് ചെയ്തതെന്ന് അവൾ മനസ്സിലാക്കുകയാണ്. അത് ചെയ്തതും ബാബിലോണിലെ ചാരനാണെന്ന് പിന്നീട് വ്യക്തമാകുന്നുണ്ട്. സുരക്ഷാ ക്യാമറയിൽ ജിയാനും ജിൻമാന്റെ കൂട്ടരും ബാബിലോൺ കോംപ്ലക്സിലേക്ക് എത്തുന്നതായി കുസനാഗി കാണുന്നു. അവരെ തടയാൻ ഉത്തരവിടുന്നുണ്ടെങ്കിലും ഗേറ്റിലെ ജീവനക്കാരൻ ബസ് സ്ഫോടനത്തിന്റെ സത്യം അറിഞ്ഞതിനാൽ അവരെ അകത്തേക്ക് കടത്തിവിടുകയാണ്.
അവിടെ ജിയാനും ജിൻമാനും ഏറെ നാളുകൾക്ക് ശേഷം വികാരനിർഭരമായി വീണ്ടും കണ്ടുമുട്ടുന്നു. എന്നാൽ കുസനാഗി സ്ഫോടക വസ്തു ഉപയോഗിച്ച് ആക്രമിച്ചതോടെ വലിയ പോരാട്ടം ആരംഭിക്കുന്നു. ജിൻമാനും ജിയാനും ചിയോൾ സൂങ്ങും നിയന്ത്രണ മുറിയിലെത്തി ബാബിലോണിന്റെ പരമാധികാരിയായ ചെന്നുമായി സംസാരിക്കുന്നു. മുർത്തെ ഹെൽപ്പിന്റെ മുഴുവൻ ഡാറ്റയും തങ്ങളുടെ കൈവശമുണ്ടെന്നും സമാധാനപരമായ സഹവർത്തിത്വം വേണമെന്നും, എങ്കിൽ ഇനി മുതൽ മുർത്തെ ഹെൽപ്പിന്റെ അവകാശം തനിക്ക് വേണ്ട എന്നും ജിൻമാൻ ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് കുസനാഗി അകത്തേക്ക് കയറി താൻ ബാബിലോണിനായി എല്ലാം ചെയ്തിട്ടും എന്നെ പുറത്താക്കിയെന്ന് ചെന്നിനോട് ആരോപിക്കുന്നത്. എന്നാൽ ചെൻ അവൾ അതെല്ലാം ചെയ്തത് സ്വന്തം സ്വാർത്ഥതയ്ക്കായിരുന്നു എന്ന് പറയുന്നു. രോഷാകുലയായ കുസനാഗി സ്ക്രീനിലുള്ള ചെന്നിനു നേരെ വെടിയുതിർക്കുന്നു. പിന്നീട് ദേഷ്യത്തിൽ മറ്റൊരാളെ വെടിവെക്കാൻ ശ്രമിക്കുന്ന നിമിഷം ജിയാൻ അതിവേഗം പ്രതികരിച്ച് കുസനാഗിയുടെ തലയിൽ വെടിവെച്ച് അവളെ കൊല്ലുന്നു. ഇത് കണ്ട ജിൻമാൻ പോലും ഒരു നിമിഷം ഞെട്ടിപ്പോവുകയാണ്. അവസാനം ചെൻ ജിൻമാനുമായി വെടിനിർത്തൽ കരാറിൽ എത്തുന്നു. മുർത്തെ ഹെൽപ്പിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടാൽ അതിൽ പങ്കാളികളായ എല്ലാവരും ഇല്ലാതാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. എപ്പിസോഡിന്റെയും സീസണിന്റെയും അവസാനത്തിൽ ജിൻമാനും ജിയാനും അവരുടെ കൂട്ടരും ബാബിലോൺ കോംപ്ലക്സിൽ നിന്ന് പുറത്തേക്ക് പോകുകയും മുഴുവൻ കെട്ടിടവും സ്ഫോടനത്തിലൂടെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനമായി ജിൻമാൻ ജിയാനോട് ഇനി എന്താണ് അടുത്തത് എന്ന് ചോദിക്കുന്നു. ജിയാൻ ഒരു ചെറുപുഞ്ചിരിയോടെ മറുപടി പറയാതെ നിൽക്കുകയാണ്. അതോടെ ഈ ഷോപ്പ് ഫോർ കില്ലർ സീസൺ 2 ആവേശകരമായ ഒരു അവസാനത്തോടെയാണ് സമാപിക്കുന്നത്. ഈ ഷോപ്പ് ഫോർ കില്ലർ സീസൺ 2 എന്ന ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ എക്സ്പ്ലനേഷനും ഇഷ്ടമാവുകയാണെങ്കിലും ഇനി എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.